ഹൃദയതാളം അവസാന ഭാഗം. രചന നൗഷി മലപ്പുറം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇനി നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കുന്നത്. അതും പറഞ്ഞിട്ട് റാസിക്ക് ആദ്യം മോനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി റൂമിൽ കൊണ്ട് കിടത്തി. ജാസ്മി എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. ജാസി അകത്തേക്ക് വാ. അവളെന്തോ പറയാൻ നിന്നു. റസീമ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ആരെ ഇത്? ജാസി മോളോ? വാ മോളെ. അവരവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ബിസ്മി ചൊല്ലി വലതുകാല് വെച്ച് കയറിക്കോളൂ കേട്ടോ. എന്തോ അവളുടെ മനസ്സ് കടലിരുമ്പുകയാണെങ്കിലും അവളുടെ ആ സ്നേഹത്തോടെയുള്ള ഇടപെടലിൽ അവൾ യാന്ത്രികമായി ബിസ്മിയും ചൊല്ലി വലതുകാല് വെച്ചിട്ട് തന്നെ കയറി. കൂടെ സനയും ഉണ്ടായിരുന്നു. മോളിവിടെ ഇരിക്കെ, ഉമ്മ കുടിക്കാൻ എടുക്കാട്ടോ. എങ്ങനെയുണ്ട് മോളെ? അമ്മായിമ്മ ഇഷ്ടായോ? പോളിയല്ലേ എൻ്റെ ആൻറ്റി? സന ജാസിയുടെ അരികിൽ വന്ന് തോളിൽ കൈവച്ച് ചോദിച്ചു. അവൾ സനയെ കയറി വെച്ച് നോക്കിയിട്ട് കൈ തട്ടി മാറ്റി. ആദ്യം അവൻ്റെ പൊട്ടിപ്പൊട്ടിയുള്ള ചിരി കണ്ടപ്പോൾ അവൾ ശബ്ദം കേട്ട് റൂമിലേക്ക് പോയി. അവിടെയുള്ള കാഴ്ച കണ്ട് ജാസ്മിയുടെ ചുണ്ടിൽ അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു. വല്ലാത്ത അത്ഭുതവും സന്തോഷവും തോന്നി അവൾക്ക്. ഇത്ര സമയം വാടിയ താമരത്തണ്ട് പോലെയായിരുന്നു തൻ്റെ പൊന്നുമോനത ഇസമോളുടെ കൂടെ അതിയായ സന്തോഷത്തിൽ. മാത്രമല്ല, ഇസമോൾ എന്തൊക്കെയോ ഫ്രൂട്ട്സും മോനെ കൊണ്ട് തീറ്റിപ്പിക്കുന്നുണ്ട്. മോന് ചെറുതായി തരിപ്പിൽ കയറിയപ്പോൾ അതും ഇസമോള് മോന് പുറന്തടവി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് അവിടെ കണ്ണു നിറഞ്ഞു. ആഹാ, മോളിവിടെ വന്ന് നിൽക്കുകയാണ്. ദാ മോളെ, ഇത് കുടിക്ക്. അവളും പുഞ്ചിരിച്ചുകൊണ്ട് വാങ്ങി കുടിക്കാൻ തുടങ്ങി. ആ തണുത്ത ജ്യൂസ് അകത്തേക്ക് ചെന്നപ്പോൾ അവൾക്ക് ഒരുപാട് ആശ്വാസം തോന്നി. ഇനി മോള് റൂമിലേക്ക് ചെല്ല്, കുളിച്ച് ഫ്രഷായി വാ. ഇല്ലുമ്മ, ഞങ്ങൾ പോട്ടെ. ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ട് വന്നല്ലേ, ഉമ്മയും ബേജാറാവില്ലേ? അവരെന്തോ പറയാൻ നിന്നും റാസിക്കിന്റെ കനത്ത ശബ്ദം. ഇല്ല, എവിടെയും പോകുന്നില്ല. ഇനി മുതൽ നിങ്ങൾ ഇവിടെയാണ് താമസം. നേരത്തെ പറഞ്ഞില്ലേ? ഉമ്മി ചെല്ല്, അവൾ ഫ്രഷായിക്കോളും. ഇവിടെ ആരും എങ്ങോട്ടും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. ഉമ്മി ചെല്ല്, ഞാനും നിങ്ങളെ ഇവിടേക്കൊന്നും പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ശരി മോനെ. റസീമ പോയതും ജാസ്മി റാസിക്കിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്താ നിങ്ങൾ പറഞ്ഞ്? നിങ്ങൾ ആരാന്ന വിചാരം? എന്റെ സമ്മതമില്ലാതെ എല്ലാവരും കൂടെ നിങ്ങളെ കൊണ്ട് എന്നെ നിക്കാതെ കഴിപ്പിച്ചു എന്ന് കരുതി ഞാൻ നിങ്ങളുടെ ഭാര്യയായി എന്നാണ് വിചാരം? എന്താ അവകാശമില്ല? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്നെ എന്റെ മോനെയും കൊണ്ട് കൊണ്ടുവന്നേ? അല്ല, ഞാൻ പ്രസവിച്ച എന്റെ മോനെന്നാ നിങ്ങളുടെ മോനായത്? ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പറയുന്നത് കേട്ടല്ലോ, ആദിയുടെ ഫാദറാണെന്ന്. എന്ത് അധികാരത്തിലാ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ആരൂരില്ലാത്ത പാവങ്ങളാണെന്ന് എഴുതി എന്തും ചെയ്യാന്നാണോ? പണവും പവറും മാത്രമേ കുറവുള്ളൂ, അഭിമാനം അന്തോസും വേണ്ടുവോളം. നിർത്തി! അധികാര അവകാശം എന്താന്ന് അറിയണല്ലേ? വാ, അറിയിച്ചരാം. അവൻ അവളെയും വലിച്ചിട്ട് സ്റ്റെയർ കയറി. അവൾ കുതിരാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശബ്ദം കേട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന സ്ഥലം ഓടി വന്നപ്പോഴേക്കും അവൻ അവളെയും കൊണ്ട് ആ വലിയ വീട്ടിലെ ആൾപ്പെരുമാറ്റമില്ലാത്ത റൂമിൽ കയറി വാതിലടച്ചിരുന്നു. ഈ റാസിക്ക് ഇത് എന്തു പറ്റി? ഇവനിത് എന്തിനുള്ള പുറപ്പാടാ? സനയാകെ ആശയക്കുഴപ്പത്തിലായി. റൂമിലെത്തിയതും അവനവിടെ പിടിവിട്ടു. നിനക്കറിയണല്ലേ എനിക്കെന്താ അധികാരം? കാണിച്ചിറ ഞാൻ. അതും പറഞ്ഞ് അവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നോരോന്നായി അഴിക്കാൻ തുടങ്ങി. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ജാസ്മിയെ പേടിച്ചിരുന്നു. അവൾ ആ റൂമിന് ചുറ്റും കണ്ണോടിച്ചു. വലിയൊരു ഹാള് പോലെയുള്ള ഒരു റൂം. അവനടുത്തേക്ക് വരുംതോറും അവൾ പിറകിലേക്ക് പോയി. അവൾ അവനോട് കരഞ്ഞ് അപേക്ഷിക്കുന്നുമുണ്ട്. പ്ലീസ്, എന്നെ വേർത്ത് വിട്, ഉപദ്രവിക്കല്ലേ. അവനതൊന്നും ചെവിക്കൊള്ളാതെ ഷർട്ട് ബട്ടൺ ഓരോന്നായി അഴിച്ച് അവിടെ അടുത്ത് തൊട്ടില്ലെന്ന പോലെ നിന്നു. അവളും പിറകോട്ട് പോയി അവസാനം ചുമരിനോടൊട്ടി നിന്നു. ഇനി പുറകോട്ട് പോകാനൊരടി സ്ഥലമില്ല. അപ്പോഴേക്ക് അവൻ ഷർട്ട് മുഴുവനായും വലിച്ചൂരിയിരുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നറിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അതിനിടയിലും ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ അവൾ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു മാറിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റിയേക്കും. പക്ഷെ പിന്നെ നിങ്ങൾ എന്നെയും മോനെയും ജീവനോടെ കാണില്ല. ഇതിനാണ് നിങ്ങൾ ആ റിയാസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച്. നിങ്ങളും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? പറഞ്ഞിരുന്നപ്പോഴേക്കും അവൾ കരഞ്ഞുപോയിരുന്നു. ഒരനക്കമൊന്നുമില്ലാതെ വന്നപ്പോൾ അവൾ മേലെ കണ്ണു തുറന്നു. ഷർട്ട് മൂരി പിടിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന റാസിക്കിനെ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. റബ്ബേ, ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് എനിക്ക് എന്താ പറ്റുന്നത് റബ്ബേ? അയാളുടെ ആ പെരുമാറിലേക്ക് ചായാൻ തോന്നുന്നു. എന്തോന്ന് അയാളിലേക്ക് എന്നെ ആകർഷിക്കുന്നു. എനിക്ക് എന്താ പെട്ടെന്ന് പറ്റി? അവളുടെ മനസ്സിൽ അവൾ സ്വയം എന്തൊക്കെയോ പറഞ്ഞു ചോദിച്ചും കൊണ്ടിരുന്നു. ജാസി. അവൻ പതിയെ നേർമയായി വിളിച്ചു. ജാസി, കണ്ണു തുറക്ക്. ദാ കാണു. നീ നേരത്തെ നീ ചോദിച്ചില്ലേ അധികാര അവകാശമില്ല? കാണുമെണ്ണേ, ഇതാ എന്റെ നെഞ്ചിക്കൂട്ടില്ല ആ അധികാര അവകാശവും. എന്താണ് അവൻ പറയുന്നതെന്നറിയാതെ അവൾ പതിയെ കണ്ണു തുറന്നു. ജാസി, ഇങ്ങോട്ട് നോക്ക്. അവൻ തന്റെ ചെസ്റ്റിനോട് ചേർന്ന സ്റ്റിച്ച് കാണിച്ചു കൊടുത്തു. ദേ, ഇതിനുള്ളിൽ ഇങ്ങനെ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നത് ആദിയുടെ പപ്പയുടെ ഹൃദയ. ജാസ്മിൻ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവളൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാതെ വിക്കിക്കൊണ്ടിരുന്നു.
അതേ ജാസി, എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് നിന്റെ പ്രാണനായ ഫൈസാൻ മാഷുടെ ഹൃദയമാ. അതാ ഞാൻ ആദ്യ മോൻ എൻ്റെ മോനാന്ന് പറഞ്ഞത്. ജന്മം കൊടുത്തില്ലെന്നേ ഉള്ളൂ, ആത്മബന്ധം കൊണ്ട് അവൻ എൻ്റെ മോനാ. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട അന്നേ എൻ്റെ ഹൃദയം എന്തിനൊക്കെയോ അറിയില്ല, ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ കിടന്ന് ഫൈസാൻ മാഷ് ആഗ്രഹിക്കുന്ന ആവാം. ജീവിച്ച് കൊതിരാതെ പോയതല്ലേ, ഒന്നും ഞാൻ പിടിച്ചുപറിച്ച് വാങ്ങില്ല. നീ പേടിക്കണ്ട, എന്ന് എൻ്റെ കൂടെ സേഫായിരിക്കും. ഇതെല്ലാം നിന്നൊന്ന് അറിയിക്കണം തോന്നി. കൂടുതലൊന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല, പിന്നെ സംസാരിക്കും. അവനതും പറഞ്ഞ ഡോറിന്ന് പുറത്തേക്ക് പോയി. പുറത്ത് ഡോറിനടുത്ത് സന നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഡോറിന്നു ഷർട്ടിട്ടോണ്ട് വരുന്ന അവനെ കണ്ടു. റാസി, എന്ത് ക്രൂരതേ നീ! നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എന്താടി? അവളെന്റെ ഭാര്യയല്ലേ? ഭാര്യയാണെന്ന് കരുതി അവളുടെ സാഹചര്യം കൂടെ നീ നോക്കണ്ടേ? എന്താടി കുരിപ്പേ നീ പറയുന്നത്? ഞാനിവിടെ മുട്ടി നിൽക്കൊന്നുമില്ല. നീ കരുതുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. സന, നീ അവളുടെ അടുത്തേക്ക് ചെല്ല്, അവൾ സമാധാനിപ്പിക്കും. ഞാനെല്ലാം പറഞ്ഞു അവളോട്. അത് കേട്ടത് സനവേഗ റൂമിലേക്ക് ഓടി. അവിടെ നിലത്ത് വെറും തറയിൽ കണ്ണീർ വാർത്തിരിക്കുകയാണ് ജാസ്മിൻ. അവൾ ജാസ്മിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ അടുത്തിരുന്നു. അവളെ തന്നോട് ചേർത്തു പിടിച്ചു. ജാസി മോളെ. സന എൻ്റെ ഇക്കാൻ്റെ. അതെ ജാസി, നിന്റെ ഇക്കാൻ്റെ ഹൃദയത്തിന് ഇപ്പോഴും ജീവനുണ്ട്. ഫൈസിമാഷ ശരീരം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ആ റൂഹിന് പ്രിയപ്പെട്ടവരെ ഇട്ടു പോകാൻ കഴിഞ്ഞില്ല. അതേ ജാസി, നിന്റെ പ്രാണനിപ്പോൾ റാസിയിലും മിടിച്ചുകൊണ്ടിരിക്കുക. അതാടി പടച്ചോൻ കൂട്ടിച്ചേർത്താടി നിങ്ങളെ. പടച്ചോനാടി ആദ്യമോൻ എത്തിക്കേണ്ട കൈകളിൽ തന്നെ സുരക്ഷിതമായി എത്തിച്ചത്. ഒരുപക്ഷെ ഇതൊക്കെ കണ്ട് ഫൈസിമാഷാവും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക. സനന്ന് സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഈ വീട്ടിലെയും മാഷയുടെ വീട്ടിലെയും എല്ലാവർക്കും അറിയാം ഇതൊക്കെ. നിന്നോട് പറയണ്ടെന്ന് റാസിയ പറഞ്ഞ് സമയമാകുമ്പോൾ പറയാമെന്ന് വെച്ചിട്ട്. ജാസ്മിൻ കരഞ്ഞതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവൾക്ക് സങ്കടമാണോ സന്തോഷമാണോ പ്രതീക്ഷയാണോ എന്തൊക്കെയോ ഒരു വികാരം ഉടലെടുത്തു. അൽഹംദുലില്ലാ, തൻ്റെ പ്രാണൻ്റെ കൽബ് തനിക്ക് മാത്രം പകുത്തു നൽകിയ ആ ഹൃദയം, തന്നെ മാത്രം നെഞ്ചിലേറ്റിയ, തനിക്ക് വേണ്ടി മാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതവളിൽ ഒരുപാട് പ്രതീക്ഷയും സന്തോഷവും നിറച്ചു. പൂർണ്ണമായും അസ്തമിച്ചു എന്ന് കരുതിയത് വീണ്ടും ഇതാ വെട്ടം വീശിയിരിക്കുന്നു. പക്ഷെ അത് മറ്റൊരാളിലാണല്ലോ. അതും തന്നെ ഫൈസിക്കാൻ്റെ അല്ലാതെ ഒരു പുരുഷന്റെ സ്പർശനം പോലും ആലോചിക്കാൻ കഴിയാത്ത താനിങ്ങനെ മറ്റൊരു പുരുഷനിൽ തൻ്റെ പ്രാണനെ തിരയും. അതാലോചിച്ചിട്ട് അവൾക്ക് നിരാശയും സങ്കടവും വന്നു. ജാസി, മതിയടി കരഞ്ഞത്. കുറെ കരഞ്ഞില്ലേ? നീ ഇനി കരയരുത്. എല്ലാം നഷ്ടപ്പെട്ടെടുത്തുനിന്ന് പുതുനാമ്പുകൾ വിരിഞ്ഞില്ലേ? പക്ഷെ സന, എനിക്ക്... ജാസി, ഇപ്പോൾ ഒന്നും പറയണ്ട. നീ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. എല്ലാം ശരിയാവും. ഇപ്പം എഴുന്നേറ്റൊന്ന് കുളിക്കുക, ഓന് ഫുഡ് കൊടുക്കുക, നീയും കഴിക്കാമോ? ബാക്കിയെല്ലാം പിന്നെ പറയാം. ഞാൻ വരാം, നീ പോയിക്കോ. ഓക്കെ, വേഗം വന്നോണം, ഇല്ല ഞാൻ റാസിയെ പറഞ്ഞേക്കും. സന പോകുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. റാസി. ആദ്യമായി അവിടെ ചുണ്ടിൽ ആ പേര് വിരിഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാം നഷ്ടപ്പെട്ടെടുത്ത് നിന്നും തൻ്റെ പ്രാണന്റെ ഹൃദയമെങ്കിലും ഇന്ന് ജീവനോടെ ഉണ്ടല്ലോ. അതിലവൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു. ബാക്കിയെല്ലാം റബ്ബിൽ തവക്കൽ ചെയ്ത് അവൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. സനയുടെ നിർദ്ദേശപ്രകാരം കുളിച്ച് ഫ്രഷായി നിസ്കരിച്ചു. ഹൈറായ വഴിയിലെത്താൻ റബ്ബിനോട് ദുആ ചെയ്തു. മോന് റാസിക്ക് ഭക്ഷണം കൊടുത്തിരുന്ന രാത്രി എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അവൾ ഉമ്മയും ഉപ്പയും മിസ് ചെയ്തു. അവൾ ഫോണെടുത്ത് വിളിച്ച് സംസാരിച്ചു. അവർ ഹാപ്പിയാണോ? റാസിമോ ചോദിച്ചിരുന്നു, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ എന്ന്. ഞങ്ങളോട് അവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞിരുന്നു. നല്ല മോനാ മോളെ, സ്നേഹമുള്ള കുട്ടി. ഞങ്ങളെ ഫൈസി മോനെ തിരിച്ചിട്ടിയ പോലെ. മോളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഉമ്മച്ചിക്കും ഉപ്പാക്കും ഇവിടെ സുഖ. വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരണ്ട്. ഇപ്പം ഇവിടെ ഫാസി മോളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം ഒതുക്കി വെക്കാൻ നിന്നപ്പോഴാണ് ഉമ്മ ഒരു ഗ്ലാസ് പാലും കയ്യിൽ തന്നിട്ട്, മോള് ചെല്ല്, ഇത് ഞാൻ എടുത്തു വെക്കാം. സനമോളെ, നീയും ചെല്ല്, ജാസി ഒന്ന് റൂമിലായി കൊടുക്ക്. ജാസി എന്ത് ചെയ്യണമെന്നറിയാൻ സനയെ നോക്കി. സന അവളെയും കൂട്ടി പോയി. ഒന്നും പേടിക്കണ്ട ജാസി, എൻ്റെ ബ്രോ പൊളിയ, ഒരു പാവ. ഒരു പെണ്ണിനെ കണ്ട കൺട്രോൾ പോകുന്ന ആളൊന്നല്ല. നീ ധൈര്യമായിട്ട് ചെല്ല്. യെസ് കമിൻ. കേൾക്കേണ്ട താമസം സന റൂമിലേക്ക് കയറി. ആദ്യമോനെ ഇസമോള് റാസിയുടെ രണ്ട് സൈഡിലായി അവനെയും ചേർത്ത് പിടിച്ചുറങ്ങിയാണ്. നീയോ? നിനക്കെന്താ ഉറക്കൊന്നുമില്ലേ? ആ, ഞാൻ തന്നെ. പിന്നെ ആരെയാ മോൻ പ്രതീക്ഷിച്ചേ? കാര്യമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പുറത്ത്. ആഹാ, ചെക്കനാള് കൊള്ളാലോ. രണ്ടിനെയും ഉറക്കിയിട്ട് ചെറുക്ക, ആ പെണ്ണുണ്ട് പുറത്ത്, പാലും കൊണ്ട് നിൽക്കുന്നു. നിന്റെ ഉമ്മ കൊടുത്ത് വിട്ടതാ. മര്യാദക്ക് ആ പാലും കുടിച്ച് ഉറങ്ങാൻ നോക്കിക്കോ. ഫാസ്റ്റ് നൈറ്റ് എന്നെങ്ങാനും പറഞ്ഞാൽ പെണ്ണിനെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. പറഞ്ഞില്ലാന്ന് വേണ്ട. അതും പറഞ്ഞ അവൾ പുറത്തേക്ക് പോയി. നീ ചെല്ല്, ഒന്നും പേടിക്കണ്ടടി, ചെല്ല്.
അവൾ സനയെ റൂമിലേക്കാക്കി. അതെ, ഞാൻ റൂം പുറത്തുനിന്ന് ലോക്കാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഒരാൾ പുറത്തൊരാൾ അകത്തൊക്കെ ആയിരിക്കും കിടത്തം. അങ്ങനെ ഇപ്പൊ വേണ്ട, രണ്ടാളും റൂമിൽ കിടന്നാൽ മതി. അതും പറഞ്ഞ് വാതിലിൽ ലോക്കാക്കി ഓടി അവള്. ജാസി റൂമിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാക്കി. റാസിക്കിന്റെ ഇരു സൈഡിലും അവനെ ചേർത്ത് പിടിച്ചിറങ്ങുന്ന ആദിമോനും ഇസമോളും. കുറച്ചു സമയം അവൾ ആ മനോഹരമായ കാഴ്ച കണ്ട് നിന്നു. ജാസി ആ പാലോടിച്ചിട്ട് കിടന്നു. അവളെ എവിടെ കിടക്കുന്നറിയാൻ നിന്നു. അവിടെ ആ നിൽപ്പ് മനസ്സിലായ റാസി പറഞ്ഞു, ജാസി ഈ ബെഡിന്റെ ഒരറ്റത്ത് കിടന്നു, ഞാൻ പിടിച്ച് തിന്നൊന്നുമില്ല. എന്താ നേരത്തെ പിടിപ്പോഴും മാറിയില്ലേ? നേരത്തെ എന്തൊക്കെയായിരുന്നു ഡയലോഗ്? അവളൊന്നും ഇണ്ട ആ ബെഡിന്റെ ഒരറ്റത്ത് ഒതുങ്ങിക്കിടന്നു. അവൾക്ക് ആദിമോനെ ചേർത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, അവൾ ഉറക്കം വരാതെ കിടന്നു. അവൾക്ക് തന്റെ പ്രാണന്റെ ഹൃദയമിടിപ്പ് കേൾക്കാനുമൊക്കെ തോന്നി. പക്ഷെ എങ്ങനെ? ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു. ആൾ ഉറങ്ങിയിട്ടുണ്ടാവോ? ഒന്ന് നോക്കിയാലോ? ആ നെഞ്ചിൻ കൂട്ടിനുള്ളിലുള്ള എൻ്റെ കൽബ് പുറത്തു നിന്നൊന്ന് കണ്ടാൽ മതി. അത് തന്നെ കാണുമ്പോൾ സ്പെഷ്യലായി മിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. അവൾ മെല്ലെ റാസിയെ പാളി നോക്കി. നല്ല ഉറക്കമാണ്. ടീഷർട്ട് ഇട്ടുകൊണ്ട് കാണാനും പറ്റുന്നില്ല. അത് പൊക്കാനും വയ്യല്ലോ. എന്താ ചെയ്യുക? അവളെങ്ങനെ ഓരോന്നാലോചിച്ച് ഉറക്കിലേക്ക് വീണു. രാവിലെ 4:30 ആയപ്പോൾ എഴുന്നേറ്റു. റാസിയെ കാണുന്നില്ല. അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി നിസ്കരിച്ച് കിച്ചണിലേക്ക് പോയി. ഉമ്മ അപ്പോഴേക്ക് എഴുന്നേറ്റ് ചായയൊക്കെ സെറ്റാക്കിയിരുന്നു. ആഹാ, മോള് വന്നോ? ഇന്നാ മോളെ ചായ കുടിക്കുക. അവൾക്ക് റാസി എവിടെ പോയി എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ ചോദിച്ചില്ല. മോളെ, റാസി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോവും. 5:30 ആകുമ്പോഴേക്കും വരും. UAE പോയത് പിന്നെ ടൈം ചേഞ്ച് ആക്കിയിരുന്നു. ആ മോളെ, നമ്മൾ 2 ദിവസത്തിനുള്ളിൽ പോകട്ടോ UAE. മോളുടെയും മോൻ്റെയും കാര്യങ്ങളെല്ലാം റെഡിയായ പിന്നെ താമസമില്ല. അത് കേട്ടപ്പോൾ അവളുടെ മുഖം വാടി. മമ്മ. ആ, റാസി എത്തി മോളെ. അവൻ കുളിച്ച് നിസ്കരിക്കുമ്പോഴേക്ക് ഇതൊന്ന് കൊണ്ടുകൊടുക്കുക കേട്ടോ. റസീമ ബൂസ്റ്റും ഒരു ബോളിൽ മുട്ട പുഴുങ്ങിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ കുറച്ച് മടിച്ചിട്ടാണെങ്കിൽ അതുമായി റാസിയുടെ റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് തോർത്തി വരുന്ന റാസിയാണ് കണ്ടത്. പെട്ടെന്ന് അവിടെ കണ്ണുടക്കിയത് അവന്റെ ചെസ്റ്റിലാണ്. ഒട്ടും രോമമില്ലാത്ത മിനുസമാർന്ന 6 പാക്ക് ബോഡി ആയതുകൊണ്ട് തന്നെ അവൾ തിരയുന്നിടത്ത് തന്നെ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ആ സ്റ്റിച്ചിന്റെ പാട് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? ഇതിനുള്ളിലല്ലേ തൻ്റെ പ്രാണന്റെ കൽബ്? കളങ്കമില്ലാത്ത സ്നേഹം പകുത്തു തന്ന തൻ്റെ പ്രാണന്റെ തന്നെ കൊത്തിവെച്ച ഹൃദയം. താൻ 3 വർഷത്തോളം ഉറങ്ങുമ്പോഴുമല്ലാത്തപ്പോഴുമെല്ലാം കാതോർത്ത് കേട്ടിരുന്ന ഹൃദയതാളം. ഡെലിവറിക്ക് പോകുന്ന അന്നാണ് അവസാനമായി താൻ ആ താളം കേട്ടത്. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൾക്ക് റാസിയുടെ നെഞ്ചിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നിയില്ല. എന്തോ കാന്തിക ശക്തി തന്നെ ആ നെഞ്ചിലോട്ട് കൊത്തി വലിക്കുന്ന പോലെ ഓടിച്ചെന്ന് അവിടം ചായാൻ അവളുടെ മനസ്സ് വെമ്പി. അവളൊരടി മുന്നോട്ട് വെച്ചതും റാസിയുടെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് എത്തിച്ചത്. ആഹാ, ആരാ ഇത്? ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് ജാസി. പെട്ടെന്ന് ഞെട്ടി അവൾ സ്വഭാവം വീണ്ടെടുത്തു. ഞാൻ ഉമ്മ തന്ന് അവൾ വിക്കി പറഞ്ഞു. എന്തിനായി വിൽക്കുന്നത്? നിനക്കിപ്പോഴതിനുള്ള പേടി മാറിയിട്ടില്ലേ? അവളൊന്നും മിണ്ടിയില്ല. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ട്രേ വാങ്ങി ബൂസ്റ്റ് എടുത്തൊരു സിപ്പ് കുടിച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ അവൻ്റെ നഗ്നമായ മാറിലേക്ക് തന്നെ പോയി. അതവൻ കാണുകയും ചെയ്തു. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജാസി, എങ്ങനെയുണ്ട് പുതിയ വീടും ചുറ്റുപാടെല്ലാം? ഇഷ്ടമായോ? അവൾ മറുപടി ഒരു മുകളിൽ ഒതുക്കി തിരിഞ്ഞടന്നു. റാസി ഒരു പുഞ്ചിരിയോട് അവൾ പോകുന്നത് നോക്കി നിന്നു. അന്നത്തെ ദിവസം ഓരോന്നൊക്കെയായി കഴിഞ്ഞു. വൈകിട്ട് ജാസി സനയുടെ കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ ഇറങ്ങി വരുന്ന വഴി വീട്ടിലേക്കും പോയി. ആരോടും പറയാതെ നനച്ചിരിക്കാതെ നേരത്തായിരുന്നല്ലോ തൻ്റെ പോക്ക്. ജാസിയെയും ആദിമോനെയും കണ്ട് അവർ ഒരുപാട് സന്തോഷിച്ചു. ഉമ്മ ജാസിയെ കുറെ ഉപദേശിച്ചു. മോൾ ഇനി മുതൽ റാസിമോൻ്റെ ഭാര്യയാട്ടോ. പാവ ആ മോൻ. മോളെയും മോനെയും പൊന്നുപോലെ നോക്കും. അതുപോലെ തന്നെ മോളും ഇസമോൾക്കൊരു ഉമ്മയാവണം. ഫൈസിമോൻ ഓർത്ത് ഇനിയും കരഞ്ഞിരിക്കരുത്. എൻ്റെ മോനാവും ഇതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവുക. അതല്ലേ മോൻ നമ്മളെയൊന്നും വിട്ടുപോകാൻ തോന്നാഞ്ഞിട്ടാ എൻ്റെ കുട്ടീൻ്റെ കൽബ് പറിച്ച് റാസിമോൻക്ക് കൊടുത്തത്. പടച്ചോൻ്റെ തീരുമാനമാ മോളെ. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഉമ്മയും ജാസ്മിയും കരഞ്ഞിരുന്നു. നല്ല മോനാ മോളെ. രണ്ടാളും എൻ്റെ മക്കൾ തന്നെ, പെറ്റില്ലാന്നേ ഉള്ളൂ. ആത്മബന്ധം കൊണ്ട് റാസിമോനിൻ്റെ മോനാ. മോൾ അവനെ വിഷമിപ്പിക്കരുത് കേട്ടോ. മോൻ്റെ കൂടെ സന്തോഷമായിട്ട് തന്നെ കഴിയണം. മോനിവിടെ വന്നിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും കൂടെ ദുബൈക്ക് പോവുക. ഉമ്മയും ഉപ്പയും കൂടെ വരണം. വിസ റെഡിയാക്കാൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ല ഉമ്മി. കുറച്ച് നേരത്തെ വന്നിരുന്നു. ഫാസിയുടെ പ്രസവം അടുത്തില്ലേ മോളെ. അപ്പം ഞങ്ങളിപ്പോൾ വരുന്നില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞു. ഉമ്മി ഉപ്പയൊന്നുമില്ലാതെ ഞാനും ആദിമോൻ എങ്ങനെയാ ഉമ്മി? ഏയ്
എൻ്റെ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. മോള് സന്തോഷമായിട്ടിരിക്കുക. വേണച്ചാൽ ഞങ്ങളെയും കൊണ്ടുപോവില്ലേ? ഞങ്ങൾ പോരുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. ജാസ്മി ഉമ്മയുപ്പയുമായി കുറെ സംസാരിച്ചിരുന്നു. പിന്നെ തൻ്റെ റൂമിൽ പോയി ആദിമോൻ്റെയും തൻ്റെയും സർട്ടിഫിക്കറ്റ്സും മറ്റു ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് അവസാനം തൻ്റെ കുഞ്ഞുനാളിൽ ഓർമ്മ വെച്ചതു മുതൽ തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഡയറികൾ എടുത്ത് പോരാൻ നേരം അവൾ റാസിക്ക് തനിക്ക് നൽകിയ മഹറും നോക്കി. പക്ഷെ അതെവിടെയും കണ്ടില്ല. ഇനി ഉമ്മയെങ്ങാനും ഞാൻ അലക്ഷ്യമായി ഇട്ടിരുന്നിടത്ത് വെച്ച് എടുത്തു വെച്ചിട്ടുണ്ടാവൂ. എങ്ങനെയൊപ്പം മഹർ ഉമ്മാനോട് ചോദിക്കുക? അവൾക്ക് ചോദിക്കാൻ മനസ്സ് വന്നില്ല. അത്രയും മൂല്യമുള്ള സാധനത്തിന് താനൊരു വിലയും കൽപ്പിച്ചില്ലല്ലോ എന്നോർത്ത് അവൾക്ക് വിഷമം തോന്നി. അങ്ങനെ അവർ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ഈ വീട്ടിലേക്ക് ഫൈസിക്കാരൻ്റെ കൈ പിടിച്ച് കയറിയ രംഗങ്ങളെല്ലാം മനസ്സിൽ തെളിഞ്ഞു. എല്ലാവരോടും സലാം പറയുന്ന കൂട്ടത്തിൽ ഫൈസിക്കയോട് അവൾ സലാം പറഞ്ഞു. അപ്പോൾ ഒരു ഇളം തന്നെ അവളെ തഴുകി വീശി. അങ്ങനെ അവർ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ പോവാനുള്ള ദിവസമായി. എല്ലാ ഒരുക്കങ്ങളും നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ്. ആദിമോനും ജാസ്മി ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ആദിമോനുണ്ട്. എയർപോർട്ടിലെ എമിഗ്രേഷൻ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഫ്ലൈറ്റ് പുറപ്പെട്ടു. ഏകദേശം 5 മണിയോടെ ദുബൈ എയർപോർട്ടിലെത്തി. അവിടുത്തെയും ഫോർമാലിറ്റീസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് റാസിയുടെ പപ്പയും ചെറിയപ്പയും അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നു. എല്ലാവരും കൂടെ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. ആദിമോൻ വഴിയിലെ കാഴ്ചകൾ ഓരോന്നും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിച്ച് നേരെ ഫ്ലാറ്റിലെത്തി കുളിച്ച് യാത്രാക്ഷീണം കാരണം എല്ലാവരും വേഗം ഉറങ്ങാനൊരുങ്ങി. പപ്പയും അമ്മയും ഒരു ഫ്ലാറ്റിൽ, റാസിയും ജാസ്മിയും മക്കളും അതിനടുത്ത ഫ്ലാറ്റിൽ. അതിനടുത്താണ് സനയും ഹസ്ബൻഡും മക്കളും. ദിവസങ്ങൾ കടന്നുപോയി. ജാസ്മിനും മോനും പുതിയ സാഹചര്യങ്ങളോടെല്ലാം പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേർന്നു. റാസിക്കിന്റെ അവിടെയുള്ള റിലേറ്റീവ്സിനെല്ലാം ജാസ്മിയെ നന്നേ ഇഷ്ടപ്പെട്ടു. സുന്ദരിയാണ് അവൾ. എല്ലാവർക്കും ഒറ്റ നോട്ടിൽ തന്നെ ഇഷ്ടമാവും. അതിനനുസരിച്ചുള്ള ശരീരഭംഗി അടക്കോ ഒതുക്കോ എല്ലാം ഉള്ള പെൺകുട്ടി. ഇപ്പോഴും കണ്ടാൽ 17 വയസ്സ് മാത്രമേ തോന്നിക്കൂ. റാസിക്കിനൊത്ത പെണ്ണെന്ന് കണ്ടവരെല്ലാം റസീമയോട് പറഞ്ഞു. അവർക്കും സന്തോഷമായി. ആദിമോനെ ഇസമോൾ സ്കൂളിൽ തന്നെ ചേർത്തു. ഇസമോൾക്ക് നല്ലൊരു ഉമ്മയാവൻ ജാസ്മിൻ ശ്രദ്ധിച്ചു. മക്കൾ രണ്ടാളിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. റാസിക്കിന് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും ഡെയിലി 1 മണിക്കൂർ മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. എല്ലാം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും റാസിക്കും ജാസ്മി ഇതുവരെ അടുത്തിട്ടില്ല. റാസിക്ക് എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയോ ചെയ്താലും അവളൊരു മോളിൽ മാത്രം ഒതുക്കും. അതവനെ വിഷമിപ്പിച്ചാലും അവൻ അവളുടെ സാഹചര്യം മനസ്സിലാക്കി സമാധാനിക്കും. ഇൻഷാല്ലാ എന്തെങ്കിലും അവൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ അവൻ വിശ്വസിച്ചു. കാരണം അവളെ താൻ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള അവളല്ല, ഇപ്പോൾ ഒരുപാട് മാറി. എല്ലാവരുമായി നല്ല രീതിയിൽ പോകുന്നു. തന്നോട് മാത്രമാണ് ഒരു അകൽച്ചയുള്ളത്. അത് റെഡിയാവും. അവൻ പ്രതീക്ഷയോടെ തന്നെ ദിവസങ്ങൾ കഴിച്ചു. ഒരൊഴിവ് ദിവസം എല്ലാവരും കൂടെ റാസിക്കിന്റെ കസിൻ സിസ്റ്ററിന്റെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അവരെ വിസിറ്റ് ചെയ്യാൻ പോയി. ആദിമോനും ഇസമോൾക്കും ബേബിയുടെ അടുത്തൊന്നും പോരാനേ തോന്നിയില്ല. അവർ രണ്ടുപേരും കണ്ണെടുക്കാതെ ബേബിയെ കൗതുകത്തോടെ നോക്കി നിന്നു. അവസാനം മനസ്സോടെയാണ് രണ്ടാളും പോകുന്നത്. വരുന്ന വഴിയിലൊക്കെ അവർക്ക് ബേബിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചു. എല്ലാവരും കഴിക്കുന്നതിനിടയിലാണ് പപ്പ നിക്കും ആയിത്തരിക ബേബീനെ. ആദിമോന്റെ പറച്ചിൽ കേട്ട് ജാസ്മിക്ക് തരിപ്പിൽ കയറി. ബാക്കിയുള്ളവരെല്ലാം ചിരി പിടിച്ചു നിന്നു. റാസിക്ക് ആകെ ചമ്മിപ്പോയി. ആ പപ്പ ഞങ്ങൾക്ക് വേണം അങ്ങനത്തെ ബേബിയെ. ഈ സനാൻറ്റി പറഞ്ഞല്ലോ പപ്പിയോടും മമ്മിയോടും പറഞ്ഞാൽ കിട്ടുന്നു. കിട്ടും അമ്മ? ജാസ്മിൻ സനയെ രൂക്ഷമായി നോക്കി. സനയ്ക്ക് ചിരിയും കരച്ചിലും ഒപ്പം വന്നു. അവൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് ലെഗ് പീസ് കടിച്ചു പറിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. റസീമയും ഹുസൈൻ ഹാജി മുഖത്തോട് മുഖം നോക്കി ചിരി അടക്കി പിടിച്ച് നിന്നു. പപ്പ നിക്കും ഇസക്കും ബേബീനെ വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നാളെ സ്കൂളിൽ പോവില്ല. പെട്ടോ? റാസി ആരും കേൾക്കാതെ പറഞ്ഞിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി എന്ന രീതിയിൽ സനയെ നോക്കി പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് പോയി. അങ്ങനെ ഫ്ലാറ്റിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയത് സന ജീവനും കൊണ്ട് ഓടി. ജാസ്മിൻ സനയുടെ പുറകെ പോയി. റാസി കുട്ടികളെയും കൊണ്ട് റൂമിലേക്ക് കയറി. റസീമയെ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്താ അമ്മ? മോനെ കുട്ടികൾ പറഞ്ഞില്ലേ കാര്യം, നിങ്ങൾക്കും വേണ്ടേ മോനെ ഒരു കുഞ്ഞ്? മമ്മാപ്പ ഇസമോളും ആദ്യമോനും നമ്മുടെ മക്കളല്ലേ, ഞങ്ങളുടെ കുട്ടികളല്ലേ? അതല്ല മോനെ, നിന്റെയും ജാസിയുടെയും രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞ് വേണം മോനെ. അവർക്ക് 2 പേർക്ക് അവരുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ചോര വേണ്ടേ മോനെ? വേണം മോനെ. ഒരു ഉമ്മാക്ക് മോനോട് പറയുന്നതിൽ എന്തെങ്കിലും മോശമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനിയും വൈകിക്കരുത് മോനെ. അതും പറഞ്ഞ് അവരവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. റാസി ആകെ വിഷണ്ണനായി ചിന്തിച്ചിരുന്നു. ഇതേ സമയം സനയുടെ ഫ്ലാറ്റിൽ മര്യാദക്ക് നിൽക്കാനാ പറഞ്ഞ്. പാവം കുട്ടികൾക്ക് വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. വേണ്ടാത്തൊന്നല്ല, കുട്ടികൾക്ക് വേണ്ടതല്ലേ. ഡീ പെണ്ണെ സന മിണ്ടായിരുന്നോ? തമാശക്കല്ലേ? തമാശയല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ. നിനക്ക് തമാശയാണെങ്കിൽ റാസിക്ക് സീരിയസാ. അത് കേട്ടതും ജാസ്മിയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. അതുവരെ സനയുടെ ബാക്കിൽ ഒഴിയുന്ന ജാസ്മിൻ സ്വിച്ച് ഇട്ട പോലെ നിന്നു. സന ഓട്ടം നിർത്തി ജാസ്മിൻ്റെ അടുത്തേക്ക് വന്നു. ജാസി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടാ, 6 മാസത്തോളായില്ലടാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പാവല്ലേടാ എൻ്റെ റാസി. അവനുണ്ടാവില്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അവനൊരു പാവാ ജാസി.
ആദ്യ വിവാഹം പരാജയപ്പെട്ടിട്ട് ഇനിയൊരു പെണ്ണു റാസിക്കിൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞിരുന്ന അവൾ പോയി 6 വർഷത്തോളം അവനങ്ങനെ നടന്നു. ആര് പറഞ്ഞിട്ടും പിന്നെ ഒരു വിവാഹത്തിന് അവൻ തയ്യാറല്ലായിരുന്നു. പിന്നെയാ നിന്നെ ആദ്യമോനെ കണ്ടതും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായതും. നിനക്കറിയോ ജാസി, റാസിയുടെ ആദ്യ വിവാഹം നാജിയ അവൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു റാസി. എന്നിട്ട് അവൻ്റെ സ്നേഹത്തെ ആത്മാർത്ഥമായിട്ട് ചവിട്ടി തെച്ച അവൾ പോയത്. സന ഓർമ്മയുടെ താളുകൾ ജാസ്മിക്ക് മുന്നിൽ മറിച്ചു. കാത്തിരുന്ന് കിട്ടിയ ഒരേ ഒരു മോൻ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞ ആൻറ്റിക്ക് റാസിയെ കൊണ്ട് എല്ലാം ഓവർകം ചെയ്യിക്കാൻ വേണ്ടി വളരെ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ നിന്ന് അവരുടെ അറിവോടെയും പൂർണ്ണ സമ്പത്തോടെയായിരുന്നു നാജിയായിട്ടുള്ള കല്യാണം. അന്നു മുതൽ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റാസിയെ മാമിനായിരുന്നു ചെയ്തു കൊടുത്ത്. അവർക്കുണ്ടായിരുന്ന ചറ്റുകുടിലിന് പകരം വലിയൊരു വീട് വെച്ച് കൊടുത്തു. പ്രായത്തിയിട്ടും കല്യാണം കഴിയാത്ത നാജിയുടെ 4 സഹോദരിമാരെ നല്ല കൊള്ളാവുന്ന ചെക്കന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും എന്ന് വേണ്ട ആ കുടുംബത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ റാസിയാണ് ചെയ്തു കൊടുത്തിരുന്നത്. നാജിയെ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിലിരുത്തി. അതിനിടയിലാണ് ഇസമോൾ ഉണ്ടായത്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് റാസിയുടെ അസുഖം മൂർച്ഛിച്ച് ഒന്നുകിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ മരണം. ആ 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. റാസിക്ക് വയ്യാതായതോടെ കമ്പനിയിൽ നാജിയുടെ ഒരു ഫ്രണ്ട് ഡയറക്ടർ സ്ഥാനത്തേക്ക് വന്നു. പതിയെ അവൾ റാസിയിൽ നിന്ന് അകലാൻ തുടങ്ങി. മരണം കാത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന റാസിയുടെ അടുത്തേക്ക് പോലും അവൾ വരാതെയായി. പക്ഷേ റാസിക്ക് അവളുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ഒരു സംശയവും തോന്നിയില്ല. റാസിയുടെ അവസ്ഥയിൽ മാമിനും കമ്പനിയിലേക്ക് നോക്കിയിരുന്നില്ല. തനിക്ക് വയ്യാത്ത അവസ്ഥയിൽ പോലും തൻ്റെ ഫാമിലിയും തൻ്റെ സാമ്രാജ്യമെല്ലാം നല്ല രീതിയിൽ ബോൾഡായിട്ട് നിന്ന് കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാര്യ. അതായിരുന്നു വയ്യാത്ത അവസ്ഥയിൽ പോലും റാസി അവളെക്കുറിച്ച് ധരിച്ചു വെച്ചിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോലും വരാതിരുന്ന് നിന്നെ ഈ അവസ്ഥയിൽ കാണാനുള്ള വിഷമം കൊണ്ടാവുന്നായിരുന്നു റാസി കരുതിയത്. പിന്നീടാണ് എല്ലാവരും അറിയുന്നത് അവളുടെ കൊടുഞ്ചതി. റാസിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ് ആയി അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്നറിഞ്ഞ് അവൾ കോടികളുമായിട്ട് കടന്നു കളഞ്ഞു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അറിഞ്ഞ് കമ്പനിയിലേക്ക് വന്ന പുതിയ ഡയറക്ടർ അവളുടെ കാമുകനായിരുന്നു. റാസിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷവും അയാളുമായിട്ടുള്ള ബന്ധം അവൾ തുടർന്നിരുന്നു. ഹാർട്ട് പേഷ്യൻ്റായ റാസിയുമായിട്ടുള്ള കല്യാണം പോലും അവരുടെ പ്ലാനിങ് ആയിരുന്നു. അവൻ അധികാരം ജീവിച്ചിരിക്കില്ല. റാസിയുടെ രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞുകൂടെ ഉണ്ടായ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ കിട്ടുന്നൊക്കെയായിരുന്നു അവളുടെ പ്ലാൻ. അതെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നല്ലോ റാസിയുടെ 2ാം ജന്മം. റാസിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നറിഞ്ഞോടെ അവളും കാമുകനും കോടിക്കണക്കിന് രൂപയായിട്ട് കടന്നു കളഞ്ഞു. പാവ റാസി തൻ്റെ കുടുംബത്ത് ഇനി മുതൽ ടെൻഷനില്ലാതെ സമാധാനമായിട്ട് സന്തോഷത്തോടെ കഴിയാമെന്ന് പുത്തൻ പ്രതീക്ഷയോടെ വന്ന റാസിക്ക് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞില്ല. പിന്നീട് അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. തൻ്റെ ജീവിതവും തൻ്റെ സ്നേഹവും തട്ടിത്തെറിപ്പിച്ചു പോയവൾക്ക് വേണ്ടി ഒരിക്കൽ തീരാനുള്ളതല്ല. തൻ്റെ മമ്മിക്കും പപ്പയ്ക്കും തൻ്റെ പൊന്നുമോൾക്കും വേണ്ടി ജീവിക്കും ഞാൻ. കമ്പനിയിൽ നിന്നും പണം മോഷ്ടിച്ചു പോയ നാജിയക്കും കാമുകിനെതിരെ കേസ് കൊടുക്കാൻ കുടുംബത്തിൽ പലരും പറഞ്ഞെങ്കിലും റാസി അതിന് കൂട്ടാക്കിയില്ല. അവൾ പോട്ടെ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ മോളെ തന്നില്ലേ? എൻ്റെ പൊന്നുമോളെയും കൊണ്ട് കടന്ന് കളഞ്ഞില്ലല്ലോ. മോളെ അവിടെ വാപ്പാൻ്റെ അടുത്ത് നിർത്തിയിട്ടല്ലേ പോയത്. പിന്നെ എന്തിൻ്റെ പേരിലായാൽ പോലും മരണം മുന്നിൽ കണ്ടിരുന്ന എന്നെ ഒരു ഭർത്താവായി കണ്ടില്ലേ? 3 വർഷത്തോളം എൻ്റെ ഭാര്യ പദവി അലങ്കരിച്ചില്ലേ? ഇതൊക്കെയായിരുന്നു റാസിയുടെ പ്രസ്താവന. ഇതാണ് ജാസി റാസി. പാവാട എൻ്റെ പ്രോ. വിശ്വസിച്ച് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെ മരണവും സ്വത്തുക്കളുമായിരുന്നു ലക്ഷ്യം എന്നറിയുമ്പോൾ എത്രമാത്രം വേദന ആ പാവ അനുഭവിച്ചിട്ടുണ്ടാവും. ഇസമോൾക്കന്ന് വെറും 2 വയസ്സ് മാത്രം. അന്ന് മുതൽ ഇന്നേ ഒരു 6 വർഷത്തോളം ഇസമോളുടെ ഉമ്മയും ഉപ്പയൊക്കെ റാസിയായിരുന്നു. അതാ ജാസി ഞാൻ പറഞ്ഞ് അവനെ വേദനിപ്പിക്കല്ലേ മോളെ. സ്നേഹിക്ക്. നീ അവനെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കണം. നീ മനസ്സുകൊണ്ട് അതിനായി തയ്യാറെടുത്തേ പറ്റൂ. ആർക്കും കിട്ടാത്ത ഭാഗ്യം കൂടിയല്ലേ ജാസി നിനക്ക് കിട്ടിയത്. നിന്റെ പ്രാണനായവനെ നെഞ്ചിലേറ്റി നടന്ന ആ ഹൃദയം കൂടി റാസിയുടെ അടുത്ത് സേഫാണ്. അത് നിനക്ക് വേണ്ടിയാണ് ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്നത്. റാസി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഒരുപാട് ഇഷ്ടം അവന്. സോ നീയും പരിഗണിക്കണം അവൻ്റെ സ്നേഹത്തെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും പറയാതെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു. റൂമിലെത്തിയപ്പോൾ റാസിയും മക്കളും എല്ലാം ഉറങ്ങിയിരുന്നു. അവൾ അന്നാദ്യമായി റാസിയുടെ മുഖത്തേക്ക് നോക്കി. ഇഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ നിങ്ങളെയെന്ന് മനസ്സാൽ മന്ത്രിച്ചു. പിന്നെ മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് കാതോർത്തു. ആ ഹൃദയതാളം കുറേ നേരം കേട്ടിരുന്നു. ഉറക്കം വന്നപ്പോൾ അവളുടെ സ്ഥാനത്ത് പോയി കിടന്നു. പിറ്റേ ദിവസം ജാസ്മിൻ പതിവുകളെല്ലാം കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിലേക്ക് ഒരുക്കി. റാസിക്ക് പോകുമ്പോൾ കൊണ്ടുവിടാറാണ് പതിവ്. കുട്ടികൾ ഉമ്മാമാക്കും ജാസ്മിക്കും ഉപ്പാപ്പക്കും ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറി. കുട്ടികളെ സ്കൂളിലാക്കിയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. നീ വാ, വേറെ റെഡിയായി വാ. അവൾ പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി മമ്മയോടും പപ്പയോടും യാത്ര പറഞ്ഞിറങ്ങി. കുട്ടികളെ സ്കൂളിൽ ഇറക്കി റാസി അവളെയും കൊണ്ടുപോയത് വലിയ ആൾത്തിരക്കില്ലാത്തൊരു പാർക്കിലേക്കായിരുന്നു. ജാസി സ്ഥലത്തി ഇറങ്ങി. ഇതെന്താ ഇവിടെ? മക്കളില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വരണമായിരുന്നോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൾ ചോദ്യഭാഗത്തിൽ അവനെ നോക്കി. റാസി ഒരു ഒഴിഞ്ഞ ബെഞ്ചിലിരുന്നു. ജാസിയോട് ഇരിക്കാൻ പറഞ്ഞു. ജാസി, ഞാനിത് നൈറ്റ് ഖത്തറിലേക്ക് പോവാം. 2 വീക്ക് കഴിഞ്ഞേ വരൂ. സോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ നിനക്കൊരു മഹർ തന്നിരുന്നല്ലോ, അതെവിടെ? നീ കഴുത്തിലണിഞ്ഞ് കണ്ടിട്ടേ ഇല്ലല്ലോ.
നിനക്ക് ഓർണമെന്റ്സ് ആണെങ്കിൽ ഇഷ്ടമില്ലായിട്ടാണ്, അതോ അത് നൽകി എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടോ? ജാസി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചോദ്യം. അവൾ എന്ത് പറയുന്നറിയാതെ ഉത്തരം മുട്ടി. അത് ഞാൻ നാട്ടിൽ മറന്നു വെച്ചു. ആഹാ, അതാണല്ലേ. അല്ലാതെ എന്നോട് ഇഷ്ടമില്ലായിട്ടൊന്നല്ലേ. നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിരിക്കും ആ വസ്തുവിനോടുള്ള നമ്മുടെ സമീപനവും. ജാസ്മിനൊന്നും മിണ്ടിയില്ല. അവൾക്ക് നന്നേ കുറ്റബോധം തോന്നി. താൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. അന്ന് അലക്ഷ്യമായി എവിടെയോ വെച്ചിരുന്നു. അവൾ മനസ്സിലോർത്തു. ഓക്കെ ജാസി, നോ ടെൻഷൻ, ഞാൻ വെറുതെ ചോദിച്ചാ. പിന്നെ എന്നോട് ഇന്നലെ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുട്ടികൾ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പറഞ്ഞില്ലേ അതിനെക്കുറിച്ച്. എൻ്റെ നിന്റെ രക്തത്തിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനെ വേണമെന്ന്. എന്താ നിന്റെ അഭിപ്രായം? ജാസിക്കൊന്നും പറയാനില്ലായിരുന്നു. അവൾ തലതാഴ്ത്തി നിന്നു. ജാസിക്ക് അറിയോ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്റെ സമ്മതം പോലും നോക്കാൻ നിൽക്കാതെ കഴിക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അന്ന് നിന്നെയും മോനെയും കാണുമ്പോഴെല്ലാം ചേർത്ത് പിടിക്കാനൊക്കെ തോന്നും, ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ എന്ന് കരുതി മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിച്ചതാ. എപ്പോഴും ഒരിഷ്ടം സ്വന്തമാകില്ലെന്ന് അറിയാമായിരുന്നിട്ടും എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. ഇനി അത് മൊത്തം വൈറസാകുമ്പോഴേക്കും അത് പറിച്ചു കളയണം തോന്നി. നീ ടെൻഷനാവുന്ന വേണ്ട ജാസി, ആ ഇഷ്ടമൊക്കെ ഞാനങ്ങ് നുള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ പിന്നെ എവിടെയാലേ ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും സ്ഥാനം? ഈ സ്നേഹം പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. സോ മമ്മിക്കും പപ്പയ്ക്കും മുമ്പിൽ വേഷം കിട്ടി അവരിങ്ങനെ പറ്റിക്കണോ? റാസി എന്താ പറയുന്നതെന്നറിയാതെ അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അതെ ജാസി, ഞാൻ നിന്നെ മൊഴിച്ചല്ല. നിന്റെ സമ്മതമില്ലാ നിക്കാഴ്ചൻ്റെ പേരിൽ നീ ഇങ്ങനെ എന്നെ ഒരു ഭാരാക്കി നടക്കണ്ട. വലിയൊരു ഞെട്ടലോടെ ജാസ്മിൻ റാസിക്കിനെ നോക്കി. അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റ് അല്പം നടന്നു. നീ പേടിക്കേണ്ട ജാസി, നീ UAE വിട്ടെങ്ങും പോവേണ്ടി വരില്ല. ആദ്യം മോൻ ഇസമോൾ അങ്ങനെ തന്നെ കഴിയട്ടെ. ഫാസിലെ ഡെലിവറി കഴിഞ്ഞ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് കൊണ്ടുവരാം. നിനക്ക് ഞാനിവിടെ ഒരു പ്രീ സ്കൂളിൽ ടീച്ചിങ് പോസ്റ്റിംഗ് അന്വേഷിച്ചിരുന്നു. നിന്റെ CV കൊടുത്തിരുന്നു. അത് നാളെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ടുണ്ടോ? സനയും കൂടി പോയാൽ മതി. അത് കിട്ടിയാൽ പിന്നെ നീ സേഫ് ആയല്ലോ. എൻ്റെ ചിലവിൽ കഴിയേണ്ടിയിരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ നിനക്ക്. എന്തു പറയുന്നു ജാസി നീ? ജാസ്മി എല്ലാം കേട്ട് ഒന്നും പറയാനാവാതെ തരിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് അഭിപ്രായം പറയാനുള്ള സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. വെറുതെ എന്തിനാ മമ്മിക്കും പപ്പക്കും പ്രതീക്ഷ കൊടുക്കുന്നത്? പോകുന്നതിന് മുന്നേ കുറച്ച് വർക്കുകൾ തീർക്കാനുണ്ട്. ബാക്കിയെല്ലാം ഞാൻ തിരികെ വന്നിട്ട് ചെയ്യാം. പോകുന്നതിന് മുന്നേ നിന്നോട് ഇതെല്ലാം ഒന്ന് പറയണം തോന്നി. പോകുന്ന വഴിയിലും ജാസ്മിനൊന്നും മിണ്ടിയില്ല. ഫ്ലാറ്റിലെത്തി അവളെ ഇറക്കി റാസി ഓഫീസിലേക്ക് പോയി. റൂമിലെത്തിയതും ജാസ്മിൻ അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടക്കടൽ പൊട്ടിയൊഴുകി. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കുറെ കരഞ്ഞു. പിന്നെ ഡയറി എടുത്ത് അവളുടെ മനസ്സിലുള്ളതെല്ലാം എഴുതി മുഴുവനാവും മുമ്പേ ഡോറിന് മുട്ടുകേട്ടു. മമ്മിയാവുന്ന കീർത്തി അവൾ ഡയറി മടക്കി വെച്ചു. വാഷ്റൂമിൽ പോയി മുഖം നല്ലോണം കഴുകി ഡോറ് തുറന്നു. സനയായിരുന്നു. ജാസി, ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, റാസിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോകുമ്പോൾ നിന്നെയും കൂട്ടാൻ പറഞ്ഞു റാസി. നീ പെട്ടെന്ന് റെഡിയാവും, ഞാൻ ആൻറ്റിയുടെ അടുത്തുണ്ട്. ഞാനില്ലടാ, നീ പോയിക്കോ. അത് പറ്റില്ല, നീയും വന്നേ പറ്റൂ, വേറെ റെഡിയാവും. സനയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ മമ്മിയോട് പറഞ്ഞ് റെഡിയായി സനയുടെ കൂടെ പോയി. നൈറ്റിൽ പോകാനുള്ളത് കൊണ്ട് റാസി കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഫ്ലാറ്റിലേക്ക് വന്നതായിരുന്നു. റാസി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുമ്പോഴാണ് ടേബിളിൽ ഒരു ഡയറി കണ്ടത്. അവനത് കയ്യിലെടുത്തു. ജാസിയുടെ ആവും. മറിച്ച് നോക്കണ്ടെന്ന് ശങ്കിച്ചു നിന്നു. താൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം പോലും അവൾ പറഞ്ഞില്ലല്ലോ. അതോർത്ത് അവന് വേദന തോന്നി. 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ടും ഇതുവരെ ആയിട്ട് ഒരു പുഞ്ചിരി പോലും തനിക്കായി നൽകിയിട്ടില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. അവൾക്ക് അവളുടേതായ ശരികളുണ്ടാവും. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചില്ലേ ഞാൻ. ഫൈസിയോടുള്ള അടങ്ങാത്ത സ്നേഹമാവാം തൻ്റെ സ്നേഹവും തന്നോടുള്ള കടമകളും അവൾ വിസ്മരിച്ചു പോകുന്നു. സാരമില്ല, അവളെ തന്നിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കണം. അവൻ മനസ്സിൽ തീരുമാനിച്ചു. ആ ഡയറി മറിച്ചു നോക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് കട്ടിൽ പോയിരുന്നു. വീണ്ടും അവൻ്റെ കണ്ണുകൾ ആ ഡയറിയിൽ തന്നെ തങ്ങി നിന്നു. അവൻ ഡയറി എടുത്ത് ഓരോ പേജും മറിച്ചു. എല്ലാം അവിടെ കഴിഞ്ഞുപോയ അനുഭവങ്ങളായിരുന്നു. അടുത്തൊന്നും എഴുതിയിട്ടില്ല. കുറച്ച് മാസങ്ങൾ പുറകോട്ടുള്ള കാര്യങ്ങളായിരുന്നു ഡയറിയിൽ. എല്ലാം വായിച്ചു നോക്കിയപ്പോൾ അവനും സങ്കടം തോന്നി. അങ്ങനെ ലാസ്റ്റ് പേജിലെത്തിയപ്പോഴാണ് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് ആ പേജിൽ. ഐ ലവ് യു റാസിക്. സോറി റാസിക, വൈകിപ്പോയി. റാസിക്ക് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ എന്നെ മൊഴിച്ചൊല്ലിയാണെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി. റാസിക പറഞ്ഞ പോലെ എപ്പോഴോ ഞാനും അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി ആ മനുഷ്യനെ. മനസ്സിലെവിടേക്കോ ഞാനറിയാതെ വന്നു പോയൊരു ഇഷ്ടം എനിക്കുണ്ട്. പാതി വഴിയിൽ തേടിയെത്തിയതാണേലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ വേണമെന്ന് തോന്നിയ ഒരിഷ്ടം. പക്ഷേ പറയാൻ ഒരുപാട് വൈകിപ്പോയി. ഇനി സ്നേഹിച്ച് തുടങ്ങുമ്പോഴേക്കും. റാസിക്കിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പൊ അവൾക്ക് എന്നെ അൽഹംദുലില്ലാ. അവൻ റബ്ബിനെ സ്തുതിച്ചു. സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്നറിയാതെ വന്നവന്. ഇന്നത്തെ യാത്ര പോലും ക്യാൻസൽ ചെയ്താലോ തോന്നിയവന്. പിന്നെ തോന്നി
ഇതവൾ അവളുടെ രഹസ്യം സൂക്ഷിച്ചു വെക്കുന്ന ഡയറിയിൽ എഴുതിയതല്ലേ, തുറന്നു പറഞ്ഞില്ലല്ലോ. പുറത്തു വന്നാലേ അത് പ്രൊഡക്റ്റീവ് ആവും. സോ കാത്തിരിക്കാം. അവൾ തുറന്നു പറയുന്ന ദിവസത്തിനായി. ആ ഡയറിയുടെ ലാസ്റ്റ് പേജിൽ അവനും എഴുതി, ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമെൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ, തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നീയും വിരിച്ചുവെങ്കിൽ, നിൻ കൽബിലെ സ്നേഹം നീ പകർന്നുവെങ്കിൽ, എൻ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ. എന്നിട്ട് അവൻ ഡയറി അടച്ചു വെച്ചു. അവളുടെ ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ തോന്നി. അതിൽ വേറെയും ഡയറി അതാ. അവനതെടുത്ത് മറിച്ചു നോക്കി. അവൾക്ക് ഓർമ്മ വെച്ചത് മുതൽ ഫൈസി മരിക്കുന്നവരെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. മുമ്പ് സന പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതൊക്കെ വായിച്ചപ്പോൾ റാസിക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നി. പാവം, ഇത്ര ചെറുപ്പത്തിൽ തന്നെ എത്ര വേദന തിന്നു പാവം. ആ ഡയറിയുടെ ലാസ്റ്റ് പേജിൽ മനോഹരമായൊരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ജീവനുള്ള ചിത്രം പോലെ തോന്നി അത്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വീട്. ആ ചിത്രത്തിൽ കുറെ കുട്ടികളും പ്രായമായവരും യുവതികളും കുഞ്ഞുമക്കളെ താലോലിക്കുന്ന സ്ത്രീകളുടെയൊക്കെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രത്തിൻ്റെ അടിയിൽ എന്നെപ്പോലെ വേദനിച്ച ബാല്യം വേണ്ട, എന്നെപ്പോലെ വേദനിച്ച കൗമാരം വേണ്ട, എന്നെപ്പോലെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വവും വേണ്ട, വാർദ്ധക്യത്തിലും തലചായ്ക്കാൻ ഇടമുണ്ട് ഇവിടെ. എത്ര മനോഹരമായ സങ്കല്പങ്ങൾ. പാവം, അനുഭവത്തിൻ്റെ തീച്ചൂളകളാവാം ഇങ്ങനൊരു വലിയ പ്രൊജക്റ്റ് ജാസിയുടെ മനസ്സിൽ തെളിയാൻ കാരണം. അവന് അഭിമാനം തോന്നി. അടുത്ത പേജിലുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്, എന്നെപ്പോലെ സ്നേഹവും പരിഗണനയും കിട്ടാത്ത ഒരു ജന്മം പോലും ഉണ്ടാവരുത്. ഒരുപാട് ഫണ്ട് വേണ്ടി വരും, കാശൊന്നുമില്ല, ഫൈസിക്കയോട് പറഞ്ഞു. ഫൈസിക്കയും സപ്പോർട്ട് ചെയ്തു. അതിനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഫണ്ട് കണ്ടെത്തണം, വേറെയും കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഡെലിവറി കഴിയട്ടെ, എന്നിട്ട് അതിലേക്കുള്ള ചവിട്ടുപടികൾ വെക്കാമെന്ന് ഇക്ക പറഞ്ഞു. ഇൻഷാ അല്ലാ. എൻ്റെ റബ്ബേ, എല്ലാം നീ എളുപ്പമാക്കി തരണേ. ആഹാ, ഇങ്ങനെയൊക്കെ നടക്കാതെ പോയൊരു വലിയ ഡ്രീം ഉണ്ടായിരുന്നില്ലേ എൻ്റെ പെണ്ണിൻ്റെ മനസ്സിൽ. ഓക്കെ, ഇത് നടത്തിയിട്ട് ഇനി റാസിക്കിന് വിശ്രമമുള്ളൂ. ഇൻഷാ അല്ലാ, അതിനുള്ള കാര്യങ്ങളുടൻ ചെയ്യണം. അവൻ കണക്ക് കൂട്ടി. പിന്നെ അവൻ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. അതിനിടയിൽ കുട്ടികളെയും സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നേരമാണ് ജാസ്മിയും സനയും വന്ന് അവനെല്ലാവരും കൂടെ യാത്ര പറഞ്ഞിറങ്ങി. തന്നോട് മാത്രമായിട്ടൊന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലെന്ന് ജാസ്മിൻ ആഗ്രഹിച്ചു. ഇല്ല, ഉണ്ടായില്ല. പിന്നീട് ജാസ്മിക്ക് വല്ലാത്ത നിരാശയായിരുന്നു. റാസി അവൾക്ക് നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്തു. എന്നും അവൻ ഉറങ്ങിയാൽ അവൻ്റെ അരികിൽ നെഞ്ചോട് ആ ഹൃദയതാളം കാതോർത്തിരിക്കാറുണ്ടായിരുന്നു. ഇനി 2 ആഴ്ച കഴിയണം. 2 ആഴ്ച കഴിഞ്ഞാലും എല്ലാം നഷ്ടപ്പെടാൻ പോവുകയല്ലേ. എങ്ങനെ ഞാൻ തുറന്നു പറയാം ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്? സനിയോട് പറഞ്ഞാലോ? റാസിക്ക പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. രാവിലെ ആവട്ടെ, അവൾ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ അവൾ കാര്യങ്ങളെല്ലാം സനയോട് പറഞ്ഞിരുന്നു. ഇനി റാസി വരുമ്പോൾ മനസ്സിലിഷ്ടം തുറന്നു പറയണമെന്നായിരുന്നു സന പറഞ്ഞത്. റാസി മക്കളെ കാണാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും ജാസ്മി അന്വേഷിച്ചില്ല. അവൻ കോൾ ചെയ്യുന്ന ടൈമിലൊക്കെ മക്കളുടെ കൂടെ അവൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് തന്നെ അന്വേഷിച്ചെങ്കിലും അവൾ കൊതിക്കും. ഉണ്ടായില്ല. അതെല്ലാം അവളുടെ പ്രതീക്ഷകളെ നിരാശയിലാക്കി. നാളെയാണ് റാസി തിരിച്ചു വരുന്നത്. എന്ത് തന്നെയായാലും തന്നെ മനസ്സ് റാസിക്കാൻ അറിയിക്കണം. എന്നിട്ട് ആൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ ജാസി പതിവിലും കൂടുതൽ ഉന്മേഷത്തോടെ എഴുന്നേറ്റു. മക്കളെ ഒരുക്കി സ്കൂളിലേക്ക് അയച്ചു. പെട്ടെന്ന് പണികളൊക്കെ തീർത്തു. 12 മണിയാകുമ്പോഴേക്കും റാസിക്ക് വരുമെന്നും അമ്മ പറഞ്ഞിരുന്നു. അവൾ അവന് വേണ്ടി കാത്തിരുന്നു. 12:30 ആയപ്പോൾ കോളിംഗ് ബെൽ കേട്ട് വേഗം ഓടിപ്പോയി. അപ്പോഴേക്കും അമ്മ ഡോറ് തുറന്നിരുന്നു. റാസി അമ്മയെ ഹഗ് ചെയ്ത് സലാം പറഞ്ഞു. തന്നെ വെറുതെ നോക്കി. താൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആള് ശ്രദ്ധിച്ച പോലുമില്ല. മമ്മ, ഇത് ഫെബിന മാലിക്, എൻ്റെ ഫ്രണ്ടാണ്. ആള് നല്ലൊരു ആർക്കിടെക്ടർ കൂടിയാണ്. റാസിയുടെ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ജാസ്മിൻ ശ്രദ്ധിച്ചത്. റാസിയോടൊപ്പം ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന സുന്ദരിയായ പെണ്ണ്. അവൾക്ക് എന്തോ സങ്കടമായി. ഇതുവരെ താൻ മനസ്സിൽ താലോലിച്ച് നടന്നെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുന്നു. മമ്മ, പപ്പ ഓഫീസിലാണോ? അതെ മോനെ, ഞാൻ കുടിക്കാനെടുക്കാം. റാസിക്ക കൂടെയുള്ള ആൾക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക കൂടി ചെയ്തില്ല. റാസിക്ക തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവൾ അതിയായ സങ്കടത്താൽ റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ കയറി കുറെ കരഞ്ഞു. തൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുന്നു. താൻ വില കൽപ്പിക്കാതെ നഷ്ടപ്പെടുത്തിയ സ്നേഹം ഇന്ന് കൊതിച്ചപ്പോഴേക്കും എല്ലാം അന്യമായിരിക്കുന്നു. കുറെ കരഞ്ഞതിന് ശേഷം മുഖം കഴുകി അവൾ കിച്ചണിലേക്ക് പോയി. അവിടെ മമ്മ ലഞ്ചെടുത്ത് വെക്കുകയായിരുന്നു. അവളും കൂടി എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ജാസ്മിക്ക് ഒരു വറ്റുപോലും ഇറങ്ങിയില്ല. റാസി ഫെബിക്ക് പലതും സെർവ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് അവിടെ കണ്ണിൽ കണ്ണുനീര് ഉരുണ്ടുകൂടി. അവൾ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റു. മോനെ, പോയ കാര്യം എന്തായി? ഏകദേശം സെറ്റായിട്ടുണ്ട്. ബാക്കി അവർ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പ, ഞാനും ഫെബി നാട്ടിലേക്ക് പോവാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാറുണ്ട്. അത് ഞാൻ ഫെബിയെ കൂടെ കൂട്ടിയത്. അപ്പോൾ മോനെ, ജാസിയും കുട്ടികളും വരുന്നുണ്ടോ?
ഇല്ല പപ്പ, മക്കൾ ക്ലാസ്സില്ലേ, സോ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. എക്സാം എടുത്തില്ലേ, പിന്നെ നെക്സ്റ്റ് മന്ത് വെക്കേഷൻ ആയില്ലേ, അപ്പോൾ എല്ലാവരും കൂടെ വരാലോ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് തന്നെ പോകണം. 5 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോഴേക്കും കുട്ടികളൊന്ന് കാണണം. അവൻ കഴിച്ചെഴുന്നേറ്റ് ഫെബിക്ക് റെസ്റ്റ് എടുക്കാൻ ഗസ്റ്റ് റൂം കൊടുത്തിട്ട് അവൻ റൂമിലേക്ക് പോയി കിടന്നു. ഫുഡൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. അവളുടെ മനസ്സാകെ കലങ്ങിയിരിക്കുകയാണ്. മോള് റൂമിലേക്ക് ചെല്ല്, ഇത് മമ്മ ചെയ്തോളാം. റാസിക്ക് 5 മണിക്ക് പോകണമെന്ന്. മോള് ചെല്ല്, കുറച്ച് ടൈം അവൻ്റെ കൂടെ നിൽക്ക്. ജാസ്മിൻ എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങി നിന്നു. അവൾക്ക് അവനെ ഫേസ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അവൾ അവിടെ ഇവിടേക്ക് നിന്ന് നേരം കഴിച്ചു. റാസി കുറച്ച് ടൈം മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ടൈമായപ്പോൾ പപ്പ അവരെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടു. ജാസ്മിൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. താൻ തന്നെ വരുത്തി വെച്ചല്ലേ, വെച്ച് നീട്ടിയ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചല്ലേ. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കല്ലേ ജീവിച്ചത്. എൻ്റെ ഫൈസിക്കാരൻ്റെ കൂടെയുള്ള നല്ല ഓർമ്മകൾ മതി എനിക്ക് മുന്നോട്ട് പോകാൻ, അതുമാത്രം മതി. അവൾ സ്വയം സമാധാനിച്ച്. ദിവസങ്ങൾ കടന്നുപോയി. റാസി കുട്ടികൾക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോഴെല്ലാം റാസി കാണാതെ ജാസ്മിൻ ഉണ്ടാവാറുണ്ട് അടുത്ത്. റാസിയുടെ കൂടെ എപ്പോഴും ഫെബിനെയും കാണും. എന്തൊക്കെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അത് കാണുമ്പോൾ മനസ്സിലൊരു നോവാണ്. കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞ് സ്കൂൾ അടച്ചു. റാസിയുടെ ഫൗണ്ടേഷൻ പ്രൊജക്റ്റും റെഡിയായി. ഇനോഗ്രേഷന് പ്രോഗ്രാമിൻ്റെ അന്ന് എല്ലാവരും നാട്ടിലേക്ക് പോയി. അവരെ പിക്ക് ചെയ്യാൻ റാസി വന്നിരുന്നു. റാസിയുടെ കൂടെ ഫെബിനെയും ഉണ്ടായിരുന്നു. ആദ്യം മിസ്സയും നേരെ റാസിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ വട്ടം പിടിച്ചു. ജാസ്മിൻ റാസിയെ നോക്കാനേ പോയില്ല. അവരാദ്യം വീട്ടിൽ പോയി ഫ്രഷായി പ്രോഗ്രാം സ്ഥലത്തേക്ക് വിട്ടു. വിശാലമായൊരു മൈതാനിയിലാണ് കാറ് ചെന്ന് നിന്ന്. നല്ല പ്രകൃതി ഭംഗിയോടെയുള്ള സ്ഥലം ജാസ്മിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അവിടെ എന്ത് പ്രോഗ്രാമിനാണ്, എന്തിൻ്റെ ഇനോഗ്രേഷനാണ് നടക്കാൻ പോകുന്നതെന്നും അവൾ അന്വേഷിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും പോന്നപ്പോൾ അവളും കൂടെ പോന്നു. അവൾ ആ സ്ഥലം മുഴുവൻ ചുറ്റിക്കണ്ടു. എത്ര സ്ട്രെസ്സോടുകൂടി വരുന്ന ആളുകൾക്കും സ്ട്രെസ് ഫ്രീ ആയി പോകാൻ സഹായിക്കുന്ന പീസ്ഫുൾ പ്ലേസ്. അവൾ അവളുടെ മനസ്സിലെ സങ്കടങ്ങളും അവിടെ വീശുന്ന കാറ്റിൻ്റെ കൂടെ പറത്തിവിട്ടു. മോളെ, ഇനോഗ്രേഷന് ടൈമായി. മോൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ മമ്മ, ഞാൻ ഇവിടെയൊക്കെ നല്ല രസം കാണാൻ. വാ മോളെ, അതൊക്കെ പിന്നെയും കാണാലോ. മോളെ അവിടെ തിരക്കുന്നുണ്ട്. അവൾ മമ്മയോടൊപ്പം നടന്നു. ഒരു വലിയ 3 നില കെട്ടിടം. ഫ്രണ്ടിൽ തന്നെ ഒരു പലകത്തിൽ ഫൈസൽ മെമ്മോറിയൽ ഓർഫനേജ് എന്ന് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് താൻ ആഗ്രഹിച്ച തരത്തിലൊരു സംഭവമാണല്ലോ. അവൾ എല്ലാവരുടെയും കൂടെ അവിടെ നിന്നു. ഉദ്ഘാടന ചടങ്ങിന് റിബൺ മുറിക്കുന്ന ആളുകളെ കണ്ട് അവൾ ആകെ എക്സൈറ്റഡ് ആയി. ഉമ്മയും ഉപ്പയും. ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. അവൾ ആദിമോനെ എടുത്ത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് ഓടി. കെട്ടിപ്പിടിക്കലും വിശേഷം ചോദിക്കലൊക്കെ ആയി. റാസിമോ വന്നിരുന്നു മോളെ വീട്ടിലേക്ക്. ഫൈസിമോൻ്റെ ഓർമ്മയ്ക്കൊരു അഗതി മന്ദിരം പണിതിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും വേണം അത് ഉദ്ഘാടനം ചെയ്യാനെന്ന് പറഞ്ഞു. ജാസ്മിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. പിന്നെ കുറച്ച് സ്പീച്ചും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. പ്രസംഗത്തിനിടെ റാസിക്ക് എൻ്റെ ഭാര്യ ജാസ്മിയുടെ വലിയൊരു ഡ്രീമാണ് ഈ പ്രൊജക്റ്റ് എന്ന് കേട്ടപ്പോൾ ജാസ്മിൻ ആകെ വണ്ടറടിച്ച് നിന്നു. അവിടുത്തെ MD ചെയറിലേക്ക് റാസിക്ക് ജാസ്മിയെ ഇൻവൈറ്റ് ചെയ്തു. അവൾക്ക് ആകെ കിളിപോയി. ഇതിപ്പോൾ എന്താ സംഭവം? എനിക്കിങ്ങനെ ഒരു ഡ്രീമുള്ള റാസിക്ക് എങ്ങനെ അറിഞ്ഞ്? റാസി വീണ്ടും വിളിച്ചപ്പോൾ ജാസി MD ചെയറിലിരുന്നു. ജാസ്മിയുടെ മുന്നിലേക്ക് റാസി ആ ഡയറി നീട്ടി. ഇതിൽ കണ്ടു. അപ്പം എൻ്റെ ബ്രോയുടെയും നിന്റെ വലിയൊരു ഡ്രീമില്ലെന്ന് എഴുതി നടപ്പിൽ വരുത്തി. എങ്ങനെ, ഇഷ്ടമായോ? അവൾക്ക് എന്തു പറയണമെന്നറിയാതെയായി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞൊഴുകി. അവൾക്ക് റാസിയെ ഒന്ന് കെട്ടിപ്പിടിക്കണം തോന്നി. പക്ഷേ ഈ അവസ്ഥയിൽ താങ്ക് യു സോ മച്ച്. അവൾ അതിൽ മാത്രം ഒതുക്കി. ആ മമ്മ, എന്നാ ഞാൻ പോവാട്ടോ. എനിക്ക് ഫെബിയുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് പോവേണ്ട അത്യാവശ്യമുണ്ട്. അത് കഴിഞ്ഞ് വരാം. അത് കേട്ടതും ജാസ്മിയുടെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയി. അവൾക്ക് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നായി. പക്ഷെ തനിക്കിന്ന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രസവിച്ച കുഞ്ഞുമക്കൾ തൊട്ട് യുവതികൾക്കും പ്രായമായവർക്കും വരെ ഇവിടെ താമസിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അന്ന് തന്നെ വന്നിട്ടുണ്ട് കുറച്ച് വൃദ്ധരായവർ. അവരെയൊക്കെ ജാസ്മിൻ കണ്ട് പേര് വിവരങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. കഴിക്കാൻ എന്തെങ്കിലും തരുമോ? നന്നേ ആവശ്യമായ എല്ലുന്തോലുമായ സ്ത്രീയെ കണ്ട് ജാസ്മിൻ ഞെട്ടി. സുലൈഖ, തൻ്റെ മൂത്തുമ്മ, ഉമ്മയുടെ സ്ഥാനത്ത് താൻ കണ്ടവർ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ സർവനാശത്തിനും കാരണക്കാരിയായ സ്ത്രീ, എൻ്റെ മൂത്തുപ്പയെ വഞ്ചിച്ച സ്ത്രീ, മൂത്തുപ്പയുടെ മരണത്തിന് വഴിയൊരുക്കിയവർ, പാവം തൻ്റെ ഇക്കയെ കൊല്ലാൻ കൂട്ടുനിന്നവർ. ജാസ്മി ദേഷ്യം കടിച്ചമർത്തി. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നെ ഓർമ്മയുണ്ടോ? സുലൈഖ ജാസ്മിയെ സൂക്ഷിച്ച് നോക്കി. ജാസ്, നീ മോളോ? ആരുടെ മോള്? മിണ്ടരുത്. പടച്ചോനാ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൈനീട്ട് അയച്ചത്. എത്ര പാപങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. മാപ്പ് മോളെ, മാപ്പ്. എല്ലാത്തിനും എനിക്ക് റബ്ബ് ദുനിയാവിൽ നിന്ന് എന്നെ ശിക്ഷ നൽകി. മോളെ, എനിക്ക് ക്യാൻസർ വന്ന് ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചു പോയി. എന്നെ ആരും ഇപ്പം നോക്കാനില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. മക്കൾക്കൊന്നും അസുഖക്കാരിയായ ഉമ്മാക്ക് ചെലവാക്കാൻ വയ്യ. 2 പേരിട്ട് തട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി പോന്നതാ. ആകെ ഉണ്ടായിരുന്ന വീടും അവർ വിറ്റു. ഇപ്പൊ പെരുവഴിയിലായി. പോവാനൊരു ഇടമില്ലാതെയായി മോള്. പൊറുക്കി പാപിയോട്
ജാസ്മിക്ക് അവരോട് ഒരു അലിവും തോന്നിയില്ല. വേറെ എന്തൊക്കെ മറന്നാലും പുറത്താലും തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് മകളെ പോലെ കാണേണ്ടവളെ നാണം കെടുത്തിയതും മോനെ ഒരു നോക്ക് കാണാൻ പോലും സമ്മതിക്കാതെ നടു റോട്ടിലിട്ട് കൊന്നുകളഞ്ഞിട്ട് അവൾക്ക് അവരോട് അറപ്പ് തോന്നി. എന്നാലും താനിപ്പോൾ ആശ്രയമില്ലാത്തവർക്ക് സാന്ത്വനമേകുന്ന ഒരു സ്ഥാപനത്തിന്റെ MD അല്ലേ? ആശ്രയമില്ലാതെ വന്നതല്ലേ? അവിടെ നിൽക്കട്ടെ, എല്ലാ റബ്ബിന്റെ നിമിത്തം. കുട്ടികൾ ഉറക്കിയിട്ട് ജാസ്മിൻ കുറേ ദിവസങ്ങൾ ശേഷം ഡയറി എടുത്തു. ഇന്ന് കുറേ വിശേഷങ്ങൾ എഴുതാനുണ്ട്, സന്തോഷമുള്ളതും ദുഃഖമുള്ളതും. അവൾ ഓരോന്ന് എഴുതാൻ തുടങ്ങി. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ സ്വപ്നം കണ്ട ആ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് എൻ്റെ ഇക്കയും ആഗ്രഹിച്ച് നടത്താനിരുന്ന വലിയൊരു പ്രൊജക്റ്റ് ഇന്ന് നടപ്പിലാക്കാൻ സാധിച്ചു. ഇതിലൂടെ എൻ്റെ ഫൈസിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതും എൻ്റെ ഇക്കാൻ്റെ പേരാണ് ആ സ്ഥാപനത്തിന്. എൻ്റെ ഇക്കാൻ്റെ ഉമ്മയും ഉപ്പയുമാണ് അത് ഉദ്ഘാടനം ചെയ്ത്. ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈടായിട്ട് തനിക്ക് ഉറക്കം വരുന്നേയില്ല. എൻ്റെ ഫൈസിക്ക് ലോകത്തിൽ നിന്ന് പോയെങ്കിലും ഇക്കാൻ്റെ റൂഹ് ഞങ്ങളുടെ കൂടെ എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉറപ്പ്. പ്രതീക്ഷ പോലെ ഉണ്ടായിരുന്നു എൻ്റെ പ്രാണൻ്റെ റൂഹ്. ഒരാൾക്ക് പുതുജീവൻ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹം എൻ്റെ സമ്മതമില്ലാതെ നിക്കാഹ് കഴിച്ചപ്പോൾ അംഗീകരിക്കാൻ തോന്നിയില്ല. എന്നാലും ആ ഹൃദയതാളം എൻ്റെ ഹൃദയത്തിൽ വേരൂന്നിയ കൊണ്ടാണോ എന്നറിയില്ല. ആ ഹൃദയതാളം കേട്ട് ഇന്ന് ആളിനെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ വൈകിപ്പോയി. ഇന്ന് ആ ഹൃദയതാളം പോലും എന്നിൽ നിന്ന് അകന്നുപോയി. അത് കേൾക്കാതെ എങ്ങനെ ഞാൻ ഉറങ്ങും? സ്നേഹിച്ചു തുടങ്ങുമ്പോഴേക്കും എന്നിൽ നിന്നെല്ലാം അകന്നു പോവുകയാണല്ലോ റബ്ബേ. സാരമില്ല, ഒന്നും വേണ്ട. ഇതുവരെ കേട്ട പോലെ ആ ഹൃദയതാളങ്ങളും കേട്ടാൽ മതി. എൻ്റെ ഫൈസിക്കാൻ്റെ ഹാർട്ട് ബീറ്റ്സും ഇക്കാൻ്റെ ഓർമ്മകൾ മാത്രം മതി എനിക്ക്. വേറെ ഒന്നും വേണ്ട. അവൾ ഡയറി അടച്ചു വെച്ച് മക്കളുടെ അടുത്ത് വന്ന് കിടന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഉറക്കം വരുന്നേയില്ല. എന്തൊക്കെ പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിച്ചിട്ടും കഴിയുന്നില്ല. അവൾ വീണ്ടും ഡയറി എടുത്ത് എഴുതാൻ തുടങ്ങി. അത്രമേൽ പ്രിയപ്പെട്ടതായി തീർന്ന ആളിനെ കാണാൻ തോന്നുന്നു. വെറുതെ തൊട്ടിരിക്കാൻ തോന്നുന്നു. അകന്നു പോവുകയാണെന്നറിയാം. എന്നാലും കൂടെ ഉണ്ടെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. കവിളിലൊരു ഉമ്മയാൾ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. സത്യമായിട്ടും ആ ഒരാൾ തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകുന്നു. പെട്ടെന്നാണ് അവളുടെ മൂക്കിലേക്ക് അവൾ അടുത്തായി ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം സ്മെൽ ഒഴുകിയെത്തിയത്. അവൾ ചുറ്റും കണ്ണോടിച്ചു. ആരെയും കാണുന്നില്ല. ആ പെർഫ്യൂം ഈ ഒരാൾ മാത്രമാണ് യൂസ് ചെയ്യുക. വേറെ ആരെങ്കിലും റോഡിലൂടെ പോകുന്നുണ്ടാവും, അതാവാം. വീണ്ടും അവൾ ഡയറി മടക്കി വെക്കാൻ ഒരുങ്ങവേ ലാസ്റ്റ് പേജിൽ എന്തോ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിപ്പാര എൻ്റെ ഡയറിയിൽ എന്ന് കരുതി അവൾ ആ പേജ് എടുത്ത് കണ്ണോടിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരമെൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ, തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നീയും വിരിച്ചുവെങ്കിൽ, നിന്റെ കൽവിലെ സ്നേഹം നീ പകർന്നുവെങ്കിൽ, എൻ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ. ഹൃദയതാളം. അവളൊരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. അതാ തൻ്റെ തൊട്ട് പിന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് കൈകെട്ടി നിൽക്കുന്ന ആൾ. ഇനി തനിക്ക് അങ്ങേരോട് പ്രേമമൂത്ത് ഭ്രാന്തായോ എന്ന് കരുതി അവളെ തന്നെ നുള്ളി നോക്കി. അപ്പോഴേക്ക് അവൻ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. അവളിൽ നിന്ന് ആ ഡയറി വാങ്ങി. എന്നിട്ട് നേരത്തെ അവൾ എഴുതിയ വരികൾ വായിച്ചു. അത്രമേൽ പ്രിയപ്പെട്ടതായി തീർന്ന ഒരാളിനെ കാണാൻ തോന്നുന്നു. വെറുതെ തൊട്ടിരിക്കാൻ തോന്നുന്നു. അകന്നു പോവുകയാണെന്നറിയാം. എന്നാലും കൂടെയുണ്ടെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. കവിളിലൊരുമ്മയാൽ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. സത്യമായിട്ടും ആ ഒരാൾ തൊട്ടടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകുന്നു. ഇതാ ഞാൻ വന്നിരിക്കുന്നു തൻ്റെ അരികിൽ. അവൾക്കാകെ ഷോക്കായ പോലെ ആയിരുന്നു. എന്തൊക്കെയാ ഇപ്പം സംഭവിച്ചേ? അവളൊന്നും പറയാനാവാതെ തലതാഴ്ത്തി നിന്നു. ജാസി, അവൻ അരുമയായി വിളിച്ചു. അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇത്രയും സ്നേഹമുണ്ടായിട്ടാണോ ജാസി ഒന്നും പറയാതെ ഇത്ര നാളും? അവൾ അവൻ കാണാതെ കണ്ണുകൾ തുടച്ച് ബോൾഡായിട്ട് തന്നെ ചോദിച്ചു. അല്ല, നിങ്ങളുടെ കൊണ്ടായിരുന്ന ആ പെണ്ണെവിടെ? അവിടെ അങ്ങനെ ഒരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചതേയില്ല. അവന് ചിരി വന്നു. ആഹാ, അപ്പൊ എന്റെ പെണ്ണിന് നാവൊക്കെ ഉണ്ടല്ലേ, നല്ലോണം സംസാരിക്കാനൊക്കെ അറിയല്ലേ, ഒട്ടും കുശുമ്പില്ല കേട്ടോ. അതിരിക്കട്ടെ, എനിക്ക് ഇഷ്ടമായി. എന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? നിന്റെയും നിന്റെ ഫൈസിയുടെയും ഡ്രീം ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. താങ്ക്സ് പറയാൻ കിട്ടണ്ടേ? അവളെ മൂടുമണത്ത് നടക്കില്ലേ? ജാസ്മിൻ അവൻ കേൾക്കാതെ പിറുവിറുത്തു. അവനത് കറക്റ്റായി കേൾക്കുകയും ചെയ്തു. കുശുമ്പി അവൻ അവൾ കേൾക്കാതെ പറഞ്ഞു. അല്ല അതിരിക്കട്ടെ, എവിടുന്ന് എൻ്റെ ഡ്രീമൊക്കെ കിട്ടിയേ? ഈ ഡയറിന്ന്. ഒരാളുടെ സമ്മതമുള്ള ഡയറിയൊക്കെ എടുക്കാവോ? ഇപ്പൊ ഡയറി എടുത്താണോ കുറ്റം? പാവം ഞാനും ഫെബിയും 2 മാസത്തോളമായിട്ട് ഊണുറക്കലെ അതിന്റെ പുറകിലായിരുന്നു. എത്രയും പെട്ടെന്ന് തീർത്ത് എനിക്ക് സർപ്രൈസ് ആകണമെന്നായിരുന്നു ഇതറിഞ്ഞുള്ള ചിന്ത. ഫെബി അടിപൊളി ഒരു ആർക്കിടെക്ടറായിരുന്നു. നല്ലൊരു പവർഫുൾ ടീം തന്നെ അവൾക്കുണ്ട്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. പിന്നെ നിന്റെ മനസ്സിലുള്ളതെല്ലാം ഇങ്ങോട്ട് പുറത്തു വരട്ടെന്ന് കരുതിയാ ചെറിയൊരു ഡ്രാമ.
ഏതായാലും ആ പാമ്പിടുന്ന് തിരിച്ചുപോയി. ഇനി എൻ്റെ വീടിന് സമാധാനമായല്ലോ. എല്ലാം കേട്ടപ്പോൾ ജാസ്മിക്ക് ശ്വാസം നേരെ വീണു. അവൾ നെഞ്ചിൽ കൈവച്ചു. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് റാസി ചിരി നിർത്താൻ പാടുവിട്ടു. എന്താ, എന്തിനാ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്റെ പെണ്ണിന് ഒട്ടും കുശുമ്പില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാ മേഡം. അല്ല, കുറെ നേരമല്ല എൻ്റെ പെണ്ണെന്ന് പറയുന്നു. എപ്പോഴാണ് ഞാൻ നിങ്ങളുടെ പെണ്ണായത്? ഇത്രയും ദിവസം മനുഷ്യനെ തീതിരിച്ചിട്ട്. ആഹാ, എപ്പോഴും എന്റെ പെണ്ണായിരുന്നോ എന്നത് കാണിച്ചു തന്നിട്ട് എന്നെ കാര്യം. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തെത്തുന്നതിനനുസരിച്ച് അവൾ പുറകോട്ട് നീങ്ങി. അവസാനം തൊട്ടില്ലെന്ന രീതിയിലെത്തിയപ്പോൾ അവൾ ആകെ വല്ലാതെയായി. അവളുടെ ഹൃദയം പടപടാ പിടക്കാൻ തുടങ്ങി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കഴുത്തിൽ ഒരു നനുത്ത സ്പർശമേറ്റപ്പോഴാണ് അവൾ കണ്ണു തുറന്നു. റാസിക്ക് എന്ന് കുത്തിയ സ്വർണമാല, താനെന്ന അലക്ഷ്യമായി എവിടെയോ ഇട്ട റാസിക്ക് തന്ന തന്റെ മഹർ. ഇതെങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ വന്നേ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതൊക്കെ ഉണ്ട് വേണേ, അതിരിക്കട്ടെ. നീയല്ലേ ഡയറിയിൽ അടുത്തു വന്നാൽ കെട്ടിപ്പിടിക്കുക ഉമ്മോക്ക് എന്നൊക്കെ നല്ല അസൽ കവിത എഴുതിയിട്ട് ഇതൊന്നും കെട്ടിത്തരാൻ അടുത്ത് വന്നപ്പോഴേക്കും പേടിച്ച് വിയർത്തില്ല. അപ്പൊ അതെല്ലാം തള്ളി നിറച്ചാണല്ലേ. അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി. ജാസി പെണ്ണേ, ഇപ്പോഴും നിനക്കിനുള്ള പേടി മാറിയിട്ടില്ലേടി? പിന്നെന്താ, ഇപ്പോഴും നീ വറക്കുന്നുണ്ടല്ലോ. അത് അവളൊന്നും പറയാൻ കഴിയാതെ വിയർത്തു. ജാസി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? അവൾ എന്താന്നുള്ള ചോദ്യഭാവത്തിൽ അവനെ നോക്കി. നീ ഇപ്പം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അതോ എൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസിയുടെ ഹൃദയത്തെയാണ് സ്നേഹിക്കുന്നത്? ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തൊരു സ്വാർത്ഥനാണെന്ന്. സ്വാർത്ഥത കൊണ്ടല്ല ജാസി, തോറ്റുപോയിട്ടേ ഉള്ളൂ. അറിയോ ജാസി, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവളുമായിട്ടുള്ള കല്യാണം. അവരായിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല അവളെൻ്റെ ജീവന് വാലിഡിറ്റി ഉള്ളതാണെന്ന് അറിഞ്ഞ് വന്നതായിരുന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 2ാം ജന്മമായിട്ട് ഫാമിലിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന പ്രതീക്ഷയായിട്ട് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ സ്വത്തുക്കളും പണവും മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യമെന്ന്. എനിക്ക് പുതിയ ജീവിതം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ചിട്ട് കോടികളായിട്ട് അവൾ കാമുവിൻ്റെ കൂടെ കടന്നു കളഞ്ഞു. 2 വയസ്സുള്ള എൻ്റെ കുഞ്ഞു മോളെ പോലും ഓർത്തില്ല അവൾ. ദേഷ്യമൊന്നുമില്ല എനിക്ക്, പക്ഷെ വല്ലാത്ത നഷ്ടബോധമായിരുന്നു. അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു ഞാൻ അവളെ. തോറ്റുപോയിട്ടേ ഉള്ളൂ ഞാൻ. ഇനിയെങ്കിലും ജയിക്കാനൊരാഗ്രഹം, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നോ നിന്റെ നാവിന്ന് കേൾക്കാനൊരാഗ്രഹം. ഈ ഡയറിയിൽ എഴുതിയ വരികളെല്ലാം നീ നിന്റെ മനസ്സിൽ നിന്ന് എടുത്തെഴുതിയില്ലേ ജാസി? എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമല്ലേ? ഇനിയെങ്കിലും ജയിച്ചോട്ടിടി ഞാൻ. അവൻ പറഞ്ഞു നിർത്തിയതും, തോൽപ്പിച്ച് കളഞ്ഞില്ലേ എന്നെ? ഫൈസിക്കാൻ്റെ സ്ഥാനത്ത് ഒരാളെയും സങ്കല്പിക്കാൻ കഴിയാതിരുന്ന എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞില്ലേ? എന്നെയും ഫൈസിക്കാനെയും സ്വപ്നത്തിന് നിറപകർന്ന് യാഥാർത്ഥ്യമാക്കി തന്നില്ലേ? ആദ്യം ഇക്കാൻ്റെ ഹൃദയതാഴ്ത്ത മാത്രമായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നീട് എപ്പോഴോ ആ ഇഷ്ടം ഞാൻ പോലും അറിയാതെ ആ ഹൃദയം നെഞ്ചിലേറ്റി നടക്കുന്നതിലേക്കും പടർന്നു. തോറ്റുപോയില്ലേ ഞാൻ? ഈ സ്നേഹത്തിന് മുമ്പിൽ തോറ്റു തരാൻ ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുടെ മുമ്പിലല്ലേ? അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവനവളെ ചേർത്ത് പിടിച്ചു. ഹൃദയത്തെ ഹൃദയം കൊണ്ട് സ്പർശിച്ചു. അവരുടെ പ്രണയ നിമിഷത്തെ മനോഹരമാക്കാൻ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തമ്മിൽ താളമിടാൻ തുടങ്ങി. പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി അവരൊന്നായി. ദൂരെ നിന്നും ഒരു ഇളം കാറ്റ് അവരാശീർവദിച്ച് തലോടി തഴുകി കടന്നുപോയി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.